ശ്രീജേഷിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ലഭിച്ച സ്വീകരണത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മിഥുൻ കേൾക്കാമെങ്കിൽ ശ്രീജേഷിന് ജന്മനാട്ടിൽ വലിയ വരവേൽപ്പ് തന്നെ ലഭിക്കുന്നു. ശ്രീജേഷ്, എന്താണ് നാട്ടിൽ നിന്നുള്ള വിവരങ്ങൾ? സുജനമായ സ്വീകരണമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ PR ശ്രീജേഷിന് ലഭിച്ചത്. ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ഫുട്ബോൾ താരത്തിന് ലഭിക്കുന്ന അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ സ്വീകരണം ഒരുക്കിക്കൊണ്ട് നാട് ഒന്നാകെ മണിക്കൂറുകളായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അദ്ദേഹത്തിനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം, പാരീസ് ഹോക്കിയിലും മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച വിരമിക്കലിന് ശേഷം നാട്ടിലേക്ക് എത്തുകയാണ് ശ്രീജേഷ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹിക്കുന്ന ആ ഒരു സ്വീകരണം അത് എത്രത്തോളം നന്നായി നൽകാൻ കഴിയുമോ അത്രത്തോളം നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിന് നാടിന്റെ സ്വീകരണം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ വിമാനത്താവളത്തിന് പുറത്തേക്ക് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ പുറത്തേക്കുള്ള വഴികളിൽ ഇരുവശവും വലിയ ഒരു ജനക്കൂട്ടം തന്നെയായിരുന്നു എന്ന് തന്നെ പറയാം. ഹോക്കിയുമായി ബന്ധപ്പെട്ട കായിക താരങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ മണിക്കൂറുകളായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വൈകിട്ട് 3:15 കൂടിയാണ് അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയത്. തുടർന്ന് വൈകാരികപരമായിട്ടായിരുന്നു ശ്രീജേഷ് പ്രതികരിച്ചത്, മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തങ്ങൾക്ക് ലഭിക്കുന്ന നാട്ടിൽ വരുമ്പോൾ ലഭിക്കുന്ന ഈ സ്വീകരണത്തിൽ അതിയായ സന്തോഷം മാത്രമാണുള്ളത്. നാടിന്റെ ഈ സ്വീകരണത്തിലും ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ആൾക്കൂട്ടമൊക്കെ തന്നെ കാത്തു നിൽക്കുന്നു എന്നതൊക്കെ കാണുമ്പോൾ അതിയായ സന്തോഷം തനിക്കുണ്ട്. ഒപ്പം തന്നെ വളർന്നു വരുന്ന ഹോക്കിയിൽ താരങ്ങൾക്കുമൊക്കെ വലിയ ഒരു പ്രചോദനമാകാൻ കഴിഞ്ഞു എന്നതിൽ സന്തോഷമുണ്ടെന്നും സംതൃപ്തിയുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം ഹോക്കിയിൽ ഇന്ത്യക്ക് രാജ്യത്തിന് വളരെയധികം മുന്നേറാൻ സാധ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് അദ്ദേഹം ഈ ഒരു അവസരത്തിൽ പറഞ്ഞത്. ഹോക്കി താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരളവും കൂടുതൽ സജ്ജമാക്കേണ്ടതുണ്ട്. ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങളടക്കം വികസിപ്പിച്ച് എടുക്കണം. ജില്ലകളിൽ ഒരു ഹോക്കി ടർഫ് അല്ലെങ്കിൽ 2 ജില്ലകൾക്ക് ഒരു ഹോക്കി ടർഫ് ക്രമീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടികൾ ഉടൻ എടുക്കണം. അങ്ങനെ ഹോക്കിയിൽ വളരെ മുന്നേറ്റം നടത്താൻ സാധ്യമായ ഒരു രാജ്യം, ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. പ്രോത്സാഹനങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളടക്കം വികസിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നിന്നും കൂടുതൽ ഹോക്കി താരങ്ങളെ നമുക്ക് സംഭാവന ചെയ്യാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് അദ്ദേഹം വളരെ വൈകാരികമായി പങ്കുവെച്ചത്. മുഖ്യമന്ത്രി കാണുമ്പോൾ ഈ കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ ആധുനിക ഇന്ത്യൻ ഹോക്കിയുടെ ദൈവമെന്ന ഹോക്കി ഇന്ത്യ വിശേഷിപ്പിച്ചത് സ്വപ്നതുല്യമായ ഒരു അംഗീകാരമായാണ് താൻ കണക്കാക്കുന്നതെന്നും ഏറെ വൈകാരികതയോടെ അദ്ദേഹം പറഞ്ഞു. ഇനി ആലുവ UC കോളേജിൽ പ്രത്യേകമായ ഒരു അനുമോദന പരിപാടി അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളം മുതൽ ആലുവ വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ റോഡ് ഷോ കടന്നു പോകുമ്പോൾ വഴി ഇടങ്ങളിലെല്ലാം അദ്ദേഹത്തിന് സ്വീകരണമുണ്ട്. വിവിധ ഹോക്കി താരങ്ങളും ഒപ്പം തന്നെ ചെറിയ ഹോക്കി താരങ്ങളുമൊക്കെ ആയിട്ടുള്ള വളർന്നു വരുന്ന ഹോക്കി താരങ്ങളുമൊക്കെ അദ്ദേഹത്തെ കാണുന്നതിനും അദ്ദേഹത്തിന് അനുമോദനം അർപ്പിക്കുന്നതിനും ഒക്കെ വഴികളുടെ ഇരുവശങ്ങളിലും കാത്തു നിൽപ്പുണ്ട്. ഓരോ അതിർത്തികളും എത്തുമ്പോൾ റോഡ് ഷോ അല്പസമയം അവസാനിപ്പിച്ച് ഇവരുടെ എല്ലാം അനുമോദനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ റോഡ് ഷോ മുന്നോട്ട് പോകുന്നത്. ആലുവ UC കോളേജിലാണ് അടുത്ത പരിപാടി. മന്ത്രി P രാജീവും ഒപ്പം തന്നെ MP രാജേഷ് 2 പേരായിരിക്കും ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുക്കുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ അദ്ദേഹം അർഹിക്കുന്ന ആ ഒരു ബഹുമതി, ആ ഒരു ആദരവ് നൽകിക്കൊണ്ട് വളരെ ഊർജ്ജസ്വലമായ ആവേശോജ്വലമായ ഒരു സ്വീകരണം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്തേക്ക് ഇപ്പോൾ ആ സ്വീകരണം റോഡ് ഷോയായി കടന്നു കഴിഞ്ഞ് ഇനി വഴിത്താരകളിൽ അദ്ദേഹത്തെ കാത്ത് ഒരുപാട് ആളുകളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങി ആ റോഡ് ഷോ മുന്നോട്ട് പോകും. രാത്രിയോട് കൂടി മാത്രമായിരിക്കും ആലുവ UC കോളേജിലെയും പരിപാടി അവസാനിപ്പിച്ച് കുന്നത്തുനാട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തുക. ഇനിയുള്ള ദിവസങ്ങൾ വിശ്രമത്തിന്റേതാണ്. ഒരു വിശ്രമം അനിവാര്യമാണ് എന്നുള്ള കാര്യവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളിലേക്ക്, ഇനി പരിശീലകനടക്കമുള്ള കാര്യങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഔദ്യോഗികമായ കാര്യങ്ങളൊക്കെ ഇനി ഒരു വിശ്രമത്തിന് ശേഷമാണ് എന്നാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം അർഹിക്കുന്ന ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു വലിയ ആൾക്കൂട്ടത്തിന്റെ ഒരു അംഗീകാരം തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. വിമാനത്താവളത്തിന് പുറത്തുള്ള വഴികളിലൂടെ ഇപ്പോൾ ഈ റോഡ് ഷോ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ, തീർച്ചയായും നാടിന്റെ അഭിമാനമായി ശ്രീജേഷ് മലയാള മണ്ണിന്റെ ആവേശമായി ജന്മനാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. കുന്നത്തുനാട് എന്ന് പറയുന്ന ജന്മനാട്ടിലേക്ക് അദ്ദേഹം പോവുകയാണ്. ആലുവ UC കോളേജിൽ അദ്ദേഹത്തിന് വലിയ പൗരസ്വീകരണം തന്നെ ഒരുക്കിയിരിക്കുന്നു. 2 മന്ത്രിമാർ, സംസ്ഥാനത്തെ 2 മന്ത്രിമാർ P രാജീവും MP രാജേഷും അവരൊക്കെ ഈ സ്വീകരണ യോഗത്തിൽ പങ്കെടുക്കുന്നു. നാട്ടിലെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങി നാടിനെ സ്നേഹിക്കുന്ന, കായിക മേഖലയെ സ്നേഹിക്കുന്ന എല്ലാവരും ശ്രീജേഷിന് വലിയ സ്വീകരണം തന്നെ ഒരുക്കുകയാണ്. നാടിൻ്റെ വലിയ വരവേൽപ്പാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ശ്രീജേഷ് നമുക്ക് കേരളത്തിന് മാത്രമല്ല ഭാരതത്തിന് തന്നെ അഭിമാന താരമാണ്. ഒളിമ്പിക്സിൽ മെഡൽ ജേതാവാണ്. അതുകൊണ്ട് തന്നെ
ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ അഭിമാന താരം കൂടിയായ ശ്രീജേഷിന് നൽകുന്ന സ്വീകരണം എല്ലാ മലയാളികൾക്കും കൂടി അഭിമാനമാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ സ്വീകരണമാണ്. കുന്നത്തുനാട് എന്ന് പറയുന്ന നാട് എന്തുകൊണ്ടും അനുഗ്രഹീതമായിരിക്കുന്നു. ശ്രീജേഷ് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്.